പ്രിയമുള്ളവരെ, കലയോടുള്ള താല്പര്യവും വളർന്നു വന്ന സാഹചര്യത്തിൽ മനസ്സിലുണ്ടാകുന്ന ചില അഭിനിവേശം, അല്ലെങ്കിൽ അതിനെയും വേണേൽ താല്പര്യം എന്ന് പറയാം, തൻ്റെ ഭാഗതയും തീരുമാനിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ എന്നേ മാറിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്ക് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ മുമ്പിൽ റിയാലിറ്റി ഷോകൾ ആവശ്യം പോലെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ മുമ്പിൽ ധാരാളം TV ചാനലുകളിലൂടെ വരുന്ന സീരിയലുകളും സിനിമാ താരങ്ങളും രംഗപ്രവേശം നടത്താറുണ്ട്. ചില സൗന്ദര്യ മത്സരങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ അതിൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആവശ്യമായി വരും. അതിനൊക്കെ പണം കണ്ടെത്താൻ പറ്റാതെ പിന്തിരിഞ്ഞു പോകുന്ന പലരുമുണ്ട്. പല റിയാലിറ്റി ഷോകളിലും വൈകിട്ടത്തെ ഷൂട്ടിങ്ങിന് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങിന് തലേ ദിവസമായിരിക്കും ഇന്ന ഡ്രസ് കോഡ് വേണമെന്ന് പറയുന്നത്. അതനുസരിച്ച് പൈസ ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരോ കുട്ടികളോ ആണെങ്കിൽ അവർക്കതിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുന്നുള്ള ദയനീയാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന് പ്രഗത്ഭരായ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ആകാംക്ഷ ചൗധരി എന്ന് പറയുന്ന വ്യക്തി. അവർ ഈ സൗന്ദര്യ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തയ്യാറെടുത്ത് വരുന്ന സമയത്ത് പണം ആവശ്യമായി വന്നു. പണമുണ്ടെങ്കിൽ മുമ്പോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. വളരെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അവർ ഈ മേഖലയിലുള്ള പലരെയും അവർക്ക് പരിചയമുണ്ട്. അവർ പല മെൻറ്റർമാരെയും ഒക്കെ പരിചയമുണ്ട്. അങ്ങനെ അവർക്ക് പരിചയമുള്ള ഒരാൾ, ആ ആളിനെ കാണാൻ വേണ്ടി പേജൻ്റ് രംഗത്തെ പ്രശസ്തനായ പ്രായമുള്ളൊരു വ്യക്തിയെ കാണാനാണ് അവർ പോയത്. അവർക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായതുകൊണ്ട് നേരിട്ട് അയാളുടെ വീട്ടിൽ ചെന്നു. അയാളുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവരെ ആപാദചൂതം വർണ്ണിക്കുകയും കടന്നു പിടിക്കുകയും ചെയ്തു ഈ മനുഷ്യൻ എന്നാണ് അവരിപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അയാളിൽ നിന്ന് കുതിരി മാറി അയാളെ മാറ്റി നിർത്തിക്കഴിഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞ ഡയലോഗ്, നീ അങ്ങ് 1 വർഷമായി വളർന്നു. കഴിഞ്ഞ വർഷം നീ വന്നപ്പോൾ നിന്റെ ചിന്തകൾ എത്ര പിന്നാക്കമാണെന്ന് ഞാൻ ആലോചിച്ചു. അന്ന് എൻ്റെ കൂടെ നിൽക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നിനക്കപ്പോൾ സിനിമകൾ അഭിനയിക്കാമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അയാൾ അതിൻ്റെ കൂടെ ചില ഡിമാൻഡുകളോടി പറഞ്ഞത് കേട്ടുള്ളൂ. ഇപ്പോൾ നീ എൻ്റെ അടുത്ത് വന്നു, നിനക്ക് കുറച്ച് പണം തരാം, എന്നാൽ അതിന് പകരമായി എൻ്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഈ സ്ത്രീ അവിടെ ചെല്ലാൻ അനുവാദം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ പ്ലാൻ ചെയ്തു മാസത്തിൽ ഇവളുമായിട്ട് ഒരു 5-6 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റി അയാൾ ചിന്തിച്ചും കഴിഞ്ഞു. ഒന്ന് ഓർത്തു നോക്കണം. പ്രശസ്തരായ പലരും പ്രശസ്തരായി പോവുകയും 1-2 സിനിമകളിലോ വന്ന് അഭിനയിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ വന്നതിന് ശേഷം ആരെങ്കിലും അപ്രത്യക്ഷരാകുന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അപ്രത്യക്ഷരാകുന്നു എന്ന് കൂടി ഇതോടെ കൂട്ടിച്ചേർത്ത് വായിക്കണമെന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന മുമ്പ് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അവൾ പറഞ്ഞു, സാർ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു, അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് ഉണ്ടെങ്കിൽ എനിക്ക് ആ പണം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. 2 വർഷത്തിന് ശേഷം അയാൾ വിചാരിക്കുന്നതിനേക്കാൾ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയേണ്ടത്. ദൈവം അവരിൽ കനിവ് കാണിച്ചു എന്ന് ചേർത്ത് പറയാം. ഒരു റിയാലിറ്റി ഷോയിൽ തന്നെയാണ് തനിക്കുണ്ടായ ദുരനുഭവം ഈ യുവതി വിളിച്ചു പറഞ്ഞത്. നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഇതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് സത്യം. ഇന്ന് അവരെ ചേർത്ത് പിടിക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് ചേർത്ത് പിടിക്കുന്നവർ ഓരോരുത്തരും ഓർക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനു വേണ്ടി ഈ സബരിക്ക് വേണ്ടി അവർക്കുണ്ടായ വേദനകൾ എന്താണെന്ന് മനസ്സിലാക്കണം. സിനിമ എന്ന മാസ്മരിക ലോകം തേടി തൻ്റെ ഭാവി ഇതിലാണെന്നും താനൊരു കലാകാരിയായി തീരുമെന്ന് വിചാരിച്ചിറങ്ങിപ്പോയ പെൺകുട്ടിയാണ് തിരുവല്ലയിലുണ്ടായ ഒരു ദുരനുഭവത്തിൻ്റെ ഏറ്റവും അവസാനം അവൾക്ക് എന്താ സംഭവിച്ചതെന്നറിയാം. അവളോടൊപ്പം നിന്ന് അനഘ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നറിയാം. ഇങ്ങനെ ധാരാളമായ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ പിച്ച് ചീന്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഒരു അവസരം പോലും കിട്ടാതെ, ഒരവസരങ്ങളും പോലും ജീവിതത്തിൽ കിട്ടാതെ വന്നിട്ടുള്ള എത്രയോ പേർ, നിർമ്മാതാവിൻ്റെ സഹോദരിയെ സംവിധായകൻ ശാരീരികമായി ഉപയോഗിച്ച കഥ വരെ വ്യക്തമായി എനിക്കറിയാവുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലൂടെ പോയ ഒരു സ്ത്രീ, വളരെ പ്രായമുള്ള സ്ത്രീ, 60-65 വയസ്സുള്ളൊരു സ്ത്രീ. അവർ പണ്ട് സിനിമയിൽ എക്സ്ട്രാ നടിയായി പോയിരുന്ന ഒരാളാണ്. ഇന്ന് അവർക്ക് മാനസിക വിഭ്രാന്തി പിടിച്ച് നടക്കുകയാണ്. കുറേ സിനിമകളിൽ അടൂരിൻ്റെ പേരുള്ള ചില നായികമാരോടൊപ്പം അവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നതും അറിയുന്നതുമായ വാർത്ത. ഇങ്ങനെ വാർത്തയായി വരുന്നതും വ്യക്തമായി വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നതുമായ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടാണ് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മുടെ ലോകമാണെന്നോ, ഇതിൽ പെടുന്നവരെല്ലാം നമുക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ അഭ്യുദയകാംക്ഷികളോ ആണോ എന്ന് വിചാരിച്ച് കയറി ചെന്ന് കഴിഞ്ഞാൽ അവസാനം ഈയാമ്പേറ്റകളെ പോലെ
ചിറകരിഞ്ഞ് കിടക്കുന്ന യുവത്വത്തെയോ നമുക്ക് കാണേണ്ടി വരും എന്നുകൂടി നമ്മുടെ പെൺകുട്ടികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊന്നുമല്ല, ഇതിനപ്പുറം ലോകമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇവരൊന്നുമല്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട്, അവസരങ്ങൾ തേടിപ്പോകുമ്പോൾ, ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതികരിക്കുകയാണ് വേണ്ടത്, അത് നാട്ടിലെ ജനങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കഥകൾ ഉണ്ട് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. എന്തെന്ത് കഥകളാണ് ഓരോ ദിവസവും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്ന് കിട്ടുന്നത്. പല നടന്മാരെപ്പറ്റി, നടിമാരെപ്പറ്റി, സിനിമാ ആകാൻ പോയവരെപ്പറ്റി. ഈ കഥകൾക്കൊക്കെ ഒരുപക്ഷെ ഈ യുവതി പറയുന്ന കഥയുമായി തട്ടിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യമുണ്ടാകുമെന്ന് കൂടി കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു മാസ്മരിക ലോകമാണ്. ഇവിടെ ആർക്കും ആരോടും യാതൊരു പ്രതിപത്തിയില്ല. ഇവിടെ പണവും ശരീരവുമാണ് കച്ചവടം ചെയ്യപ്പെടുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.